വന്ദിച്ചു വാരണമുഖം വിരവോടുവാണി കുന്ദപ്രഭാം ഭഗവതീം ഗുരുനാഥനീയും ഇല്ലെങ്കിലും മതിബലം മമ തെല്ലുപോലും ഉല്ലാസമന്ന ഗുരുനാഥ കൃപാബലത്താൽ മെല്ലുന്നുരപ്പതിഞ്ഞു പാരമുമ്പെടുന്നേ നല്ലൊരു സജ്ജനമനുഗ്രഹമേകിടേണം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. വെളുത്ത വെണ്ണീറണിയുന്ന കോലം വെളിച്ചമേ കാൺമതിയുണ്ടു കാക്ഷ തടിപ്പറമ്പം വിനതമ്പുരാണി ഉറക്കവേ ഞാനിത കൈതൊഴുന്നീ. മോഹം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. സർവസ്വരൂപേ സർവേശേ സർവശക്തിസമന്വിതേ ഫലേഭ്യത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. മനോജവം മാരുതവേകതുല്യം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്സുധാംനാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഈശ്വരസ്വരൂപികളെ, നിങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ സാദരം സവിനയം പ്രണമിച്ചുകൊണ്ട് അറിവിനെ പങ്കുവയ്ക്കാമെന്ന് മാത്രം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. നമുക്ക് എന്താണ് പ്രത്യേകത? ഈ കർമ്മങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അല്ലെങ്കിൽ ഈശ്വരന്റെ ദൃഷ്ടിയിൽ സൃഷ്ടി എന്ന് പറയുന്നത് 84 ലക്ഷത്തിൽ പരം ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. മനുഷ്യരെല്ലാവരെയും കൂടെ ചേർത്തിട്ട് ഒരു വർഗം കൂട്ട്, അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ ജൂതനോ ആരുമാവട്ടെ, അവരെല്ലാം കൂടെ ചേർന്നാൽ 700 കോടിയിലധികം വരുന്ന മനുഷ്യരുടെ ഒരു വർഗം. അങ്ങനെ വർഗമായി തിരിച്ചാണ് 84 ലക്ഷത്തിൽ പരം ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഇതില് ഇത്രയധികം ജീവജാലങ്ങൾ ഉണ്ടായിട്ടും ഭൂമി ഭരിക്കുന്നത് മനുഷ്യനാണ്. എന്നാൽ എല്ലാ അർത്ഥത്തിലും നോക്കിയാലും മനുഷ്യനാണ് മഹത്വമുള്ളത് എന്ന് പറയാൻ സാധിക്കുമോ? അത് പറ്റൂല. നോക്കൂ, നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയെ അനുഭവിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങൾ ഓരോന്നും നമ്മളെടുത്ത് നോക്കുക. നമ്മളെക്കാൾ കാഴ്ചശക്തിയുള്ള ജീവജാലം ഇവിടെയുണ്ട്, നമ്മളെക്കാൾ കേൾവിശക്തിയുള്ള ജീവജാലങ്ങൾ ഇവിടെയുണ്ട്, നമ്മളെക്കാൾ ഓരോ ഇന്ദ്രിയങ്ങളും എടുത്താലും ഇത്തരത്തില്
അതിനേക്കാൾ മഹത്വപൂർണമായ ജീവജാലങ്ങൾ ഇവിടെയുണ്ട്, കരുത്തിൻ്റെ കാര്യത്തിലുമുണ്ട്. എന്നിട്ടും ഭൂമി ഭരിക്കുന്നത് മനുഷ്യനാണ്. അതിന് കാരണം ആഹാരനിദ്ര ഭയമൈഥുനം